നമുക്ക് ചുറ്റും ധാരാളം പക്ഷികളെ നമുക്ക് കാണുവാൻ കഴിയും. അവയിൽ ഏറ്റവും ചെറിയ ഒന്നാണ് കുരുകിൽ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കളപ്പൊരിയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷം ഉള്ളതല്ലയോ? അതെ, ആകാശത്തിലെ പക്ഷികളെ നോക്കുമ്പോൾ അത് പ്രത്യേകമായി ഒന്നും കൂട്ടിവെക്കുന്നില്ല, സംരക്ഷിച്ച് കാത്ത് സൂക്ഷിക്കുന്നുമില്ല. എന്നാൽ സർവശക്തനാകുന്ന ദൈവം അവയെ പരിപാലിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെയും ജീവിതത്തിൽ ഈ വിഷയങ്ങളിൽ ഒരു ആത്മീക രഹസ്യം വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ദാവീദ് ദേവാലയത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സങ്കീർത്തനം 84-ന്റെ 3-4. കുരുകിൽ ഒരു കൂടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. അതെ, ദാവീദിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് കുരുകിലും മീമൽ പക്ഷിയും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂടെ കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ ഒരു ദൈവമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കണ്ടെത്തേണ്ടുന്നത് ദൈവത്തിൻ്റെ യാഗപീഠങ്ങൾ തന്നെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. മറ്റ് പല ജീവികളും പല സാഹചര്യങ്ങളിലേക്ക് തിരിഞ്ഞ് അവരുടെ വഴികൾ തേടിപ്പോകാറുണ്ട്. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അതുകൊണ്ടാണ് ദാവീദിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരിക്കലും തെറ്റിപ്പോകാതിരുന്നത്. താൻ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നു. 27-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും അവൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അതെ, നമ്മളുടെ തിരഞ്ഞെടുപ്പ് പരാജയമായി പോകരുത്. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിക്കുന്നത് തന്നെ നിവർത്തിപ്പാൻ നാം തയ്യാറാകണം. എന്താണ്? യഹോവയുടെ മനോഹരത്വം കാണുക, അവൻ്റെ മന്ദിരത്തിൽ രാപകൽ ധ്യാനിക്കുവാൻ തയ്യാറാകുക. പിന്നെയും 84-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിത്യം നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അതെ, ദൈവസന്നിധിയിൽ വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ നാം ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ സമർപ്പിക്കുന്നവരായി തീർന്നാൽ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ജീവിത വഴികളിൽ നമുക്ക് ലോകപ്രകാരമുള്ള പലതിലേക്കും നോക്കുക എന്നതിനേക്കാൾ ഉപരിയായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് ദൈവാലോചന മുൻപിൽ കീഴ്പ്പെടുമെങ്കിൽ അവിടെ നമുക്ക് അനുഗ്രഹം പ്രാപിപ്പാനിടയായിത്തീരും. സങ്കീർത്തനം 122-1, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അധികം സന്തോഷിച്ചു. അതെ, ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിപ്പാൻ അധികം സന്തോഷമുള്ളവരായി തീരാം. ഇന്ന് അനേകർ ചെയ്യുന്നത് പോലെ നമ്മളുടെ ആത്മീയ ആരാധനകളെ മുടക്കുന്നവരായി തീരാതെ ദൈവത്തെ സ്തുതിപ്പാൻ കാഴ്ചപ്പാടുള്ളവരായി മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.